ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി എപിജെ അബ്ദുൽ കലാം സാഹിബ് ഒരിക്കൽ പറയുകയുണ്ടായി, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തു തരുമായിരുന്നു. ഒരു ദിവസം അവരുടെ വലിയ കഠിനാധ്വാനത്തിന് ശേഷം ഒരു പ്ലേറ്റ് സബ്ജിയും കരിഞ്ഞ റൊട്ടിയും പിതാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. ഞാൻ പിതാവിനെ ശ്രദ്ധിച്ചു. കരിഞ്ഞ റൊട്ടി പിതാവ് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. അത് പിതാവ് ശ്രദ്ധിച്ചതേയില്ല. ആ കരിഞ്ഞ റൊട്ടി പിതാവ് കഴിക്കുകയാണ് ചെയ്തത്. കുറെ കഴിഞ്ഞ് അമ്മ വന്ന് പിതാവിനോട്, ഉപ്പയോട് പറഞ്ഞു, റൊട്ടി കരിഞ്ഞു പോയതിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അച്ഛൻ അമ്മയോട് പറഞ്ഞു, പ്രിയേ, കരിഞ്ഞ റൊട്ടി എനിക്ക് വലിയ ഇഷ്ടമാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? അന്ന് രാത്രി പിതാവിൻ്റെ അടുക്കൽ ഒരു ചുംബനം കൊടുക്കുന്നതിനും ഗുഡ് നൈറ്റ് പറയുന്നതിനും ഞാൻ ചെന്നു. എന്നിട്ട് പിതാവിനോട് ചോദിച്ചു, ശരിക്കും കരിഞ്ഞ റൊട്ടി അങ്ങേക്ക് ഇഷ്ടമാണോ? പിതാവ് എന്നോട് പറഞ്ഞു, മോനെ, ഒരിക്കലും ഒരു കരിഞ്ഞ റൊട്ടി ആരെയും ഒരു നിലയ്ക്കും വേദനിപ്പിക്കില്ല. മറിച്ച് കഠിനമായ വാക്കുകളാണ് പലപ്പോഴും പലരെയും ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ജീവിതം, അതിൻ്റെ കാര്യങ്ങൾ അപൂർണമാണ്. നമ്മൾ ഇടപെടുന്ന മനുഷ്യരും അപൂർണരാണ്. നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തും ഉണ്ടാകുന്ന പാടുകളും ചുക്കിച്ചുളിവുകളും നരകളുമെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനത്തിൻ്റെ തെളിവുകളാണ്. നമ്മൾ എത്ര ചുക്കിച്ചുളിഞ്ഞാലും എത്ര വയസ്സായാലും അകവും പുറവും എന്നും നമ്മുടെ രീതിയിൽ നമ്മൾ സുന്ദരമാണ്.